ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ വലിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇത് പെരുന്നാളിൻ്റെ രാത്രി എടുത്ത ക്ലിപ്സാണ് കേട്ടോ. ഇങ്ങനെ ഇത് വീട്ടിൽ ഫുള്ള് ലൈറ്റെല്ലാം ഇടും. ഇങ്ങനെ പെരുന്നാളാകുമ്പോൾ ഫുള്ള് ലൈറ്റ്സ് എല്ലാം ഇട്ടുകൊണ്ട് ഐശ്വര്യനെല്ലാം പിന്നെ നല്ല ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ പാട്ടെല്ലാം പാടി ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഇത് പെരുന്നാളിനെല്ലാം ഇങ്ങനെ ഡ്രസ്സെല്ലാം ആക്കി ഇരിക്കാനെല്ലാം അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഇതാ പാട്ടെല്ലാം പാടി ഇങ്ങനെ തുള്ളിക്കളിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ രാത്രിക്ക് പെരുന്നാളിൻ്റെ രാത്രിക്ക് പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഇത് അധികം പഴംപൊരി പിന്നെ കേങ്ങ് പൊരിച്ചത് അങ്ങനെയല്ല ഇത് ഉണ്ടാക്കൽ കേട്ടോ. അങ്ങനെ ഒരു ദിവസം മുമ്പ് രാത്രിയെല്ലാം ഇങ്ങനെ എന്തെങ്കിലും അപ്പങ്ങളെല്ലാം ഉണ്ടാക്കലുണ്ട്. ഞാൻ പിന്നെ പഴംപൊരി ഉണ്ടാക്കിയത്. പിന്നെ രാത്രിയൊക്കെ വേണ്ടിയിട്ട് ഉമ്മ നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമുക്ക് സ്പെഷ്യൽ ഒക്കേഷനിലെല്ലാം കാസർഗോഡ് നെയ്പ്പത്തിൽ നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ പെരുന്നാളിൻ്റെ രാവിലും പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഫംഗ്ഷനെല്ലാം ഉണ്ടെങ്കിൽ നെയ്പ്പത്തിൽ നിർബന്ധമാണ് കേട്ടോ. ഇപ്പോൾ ഇതാ കുട്ടികളെല്ലാം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. പിന്നെ ഉമ്മ ഇതാ ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെല്ലോ ഷേപ്പെല്ലാം ആക്കി കൊടുക്കും കേട്ടോ. ഇപ്പോൾ ഇതാ കോയിൻ്റെ ഷേപ്പ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ കഴിക്കുമല്ലോ. ഇപ്പോൾ ഇതാ ഇവർ രണ്ടാളിരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ രാത്രിക്ക് പഴംപൊരിയും ബീഫ് കറിയാണ് കേട്ടോ കഴിച്ചത്. ഉച്ചയ്ക്ക് വെച്ച ബീഫ് ഉണ്ടായിന്. ഇങ്ങനെ പഴംപൊരിയും ബീഫും കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ പിന്നെ കുറച്ച് ദിവസമായിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ടായെന്നല്ല പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം ഒന്ന് എടുത്ത് വെക്കാനുണ്ടായിന്. പിന്നെ പെരുന്നാളിൻ്റെ ഡ്രസ്സും എല്ലാം ഇതിൽ തന്നെയാണ് ഉണ്ടായത്. ഞാൻ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടായതാണ്. പിന്നെ പെട്ടെന്നാണ് കേട്ടോ ഇപ്പോൾ ഇവിടേക്ക് വന്നത്. ഇപ്പോൾ ഇതാ ഡ്രസ്സെല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നത്. അവിടെ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം ഞാൻ പിന്നെ ഇത് നല്ല ഡ്രസ്സെല്ലാം ഉണ്ടാകുന്നില്ല. അമ്മ ഇവിടെ അങ്ങ് പോകുമ്പോൾ ഇടാൻ വെക്കുന്ന അങ്ങനത്തെ ഡ്രസ്സെല്ലാം ഞാൻ മേളത്തെ എൻ്റെ റൂമിലാണ് എടുത്ത് വെക്കൽ. ഇടാകുമ്പോൾ അങ്ങനെ യൂസ് ആക്കുന്നില്ലല്ലോ. ഡെയിലി വേറെല്ലാം പിന്നെ താഴെയുള്ള റൂമിൽ തന്നെയാണ് വെക്കൽ. ഞാൻ കിടക്കലെല്ലാം താഴെ തന്നെയാണ് കേട്ടോ. ഇവിടെ അങ്ങനെ മീത്തേക്ക് വരാലേ ഇല്ല. ഇങ്ങനെ വന്നെങ്കിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഡ്രസ്സെല്ലാം എടുത്ത് വെക്കാനോ അങ്ങനെ ക്ലീൻ ആക്കാനോ അങ്ങനെ വന്നിട്ട് പിന്നെ പോവല. ഇവിടെ അങ്ങനെ ഉറങ്ങലോ ഒന്നുമില്ല. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് കേട്ടോ ഈ ഡ്രസ്സെല്ലാം ഈ മടക്കി ഒതുക്കി വെക്കുന്നത്. എനിക്ക് ഏറ്റവും മടിയുള്ള സംഭവമായത്. ഞാനിപ്പോൾ നാളെ ചെയ്യാറുണ്ട് വെച്ചിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ എടുത്ത് വെക്കുന്നത്. പിന്നെ പെരുന്നാളല്ല, പിന്നെ പെരുന്നാളിൻ്റെ ഡ്രസ്സെല്ലാം ഒന്ന് ഞാൻ തലേന്ന് എടുത്ത് വെക്കും. ഇടാൻ വേണ്ടിയിട്ട് കുട്ടികളതും എൻ്റെതെല്ലാം ഇങ്ങനെ തലേന്ന് എടുത്ത് വെക്കുന്നതാണ്. പെരുന്നാളിനായിട്ട് പിന്നെ ഞാൻ ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിട്ട് ഈ ഷൂവെല്ലാം ഞാൻ ഇത് ഷാർജയിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ കൊണ്ടുവന്നതാണ്. പിന്നെ ഇത് യൂസ് ആക്കിയിട്ടുണ്ടായിട്ടാണ് പുതിയത് തന്നെ. പിന്നെ അതന്നെ ഇടാമെന്ന് വിചാരിച്ച് പിന്നെ ജീൻസും അങ്ങനെ യുഎഇയിൽ നിന്ന് മാക്സിൽ പോയിട്ടാകുമ്പോൾ ഒരുക്കം വാങ്ങിച്ചതാണ്. അതും ഇടാതെ വെച്ചിട്ടുണ്ടായതാണ്. പിന്നെ ഇവർക്ക് രണ്ടാൾക്കും ഒരുപോലത്തെ ടീഷർട്ട് എൻ്റെ ഉപ്പ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഉള്ളത് തന്നെ ഇടാമെന്ന് വിചാരിച്ച്. ഇപ്രാവശ്യം അങ്ങനെ വലിയ ആഘോഷമൊന്നും ആക്കുന്നില്ല പെരുന്നാൾ. ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ച്. ഞാനും അങ്ങനെ ഡെയിലി വേറെ ആയിട്ട് യൂസ് ചെയ്യുന്ന അതേ ടൈപ്പിലുള്ള ഒരു കുർത്തി സെറ്റാണ് കേട്ടോ ഞാനും എടുത്തിട്ടുള്ളത്. പെരുന്നാളിനായിട്ട് എടുത്തതല്ല, ഉള്ളത് തന്നെ ഇടാമെന്ന് വിചാരിച്ച്. അങ്ങനെ അധികം ആഘോഷമൊന്നും വേണ്ടാന്ന് വിചാരിച്ച് ഇപ്രാവശ്യം. ശരിക്കും ഈ പെരുന്നാളിന് വലിയ സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനെ പോട്ടെ വിചാരിച്ച് സിമ്പിളായിട്ട് തന്നെ. എന്തായാലും നമ്മൾ പുതിയ ഡ്രസ്സ് ഇടാനുള്ള പെരുന്നാളാകുമ്പോൾ, അതുകൊണ്ട് പിന്നെ ഉള്ളത് തന്നെ ഇട്ട് അഡ്ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചതാണ്. ഇവിടെ ഇപ്പോൾ ഈ ഊഞ്ഞാല കാണുമ്പോൾ കേട്ടോ ഓർമ്മ വന്നത്. ഇതിൽ ഇരിക്കാൻ നല്ല രസമുണ്ടായിന്. നമ്മൾ താഴെ ഇത് ഹാളിൽ ഇട്ടിട്ടുണ്ടായതാണ്. പിന്നെ അവിടുത്തെ ഇങ്ങനെ പെയിൻ്റെല്ലാം പോകുന്നതുകൊണ്ട് ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് ആ സിമെൻറ്റ് കട്ടയെല്ലാം ഇളയുന്നതുകൊണ്ട് പിന്നെ അത് മേളിലേക്ക് കൊണ്ടുവച്ചതാണ് കേട്ടോ. അതിലിങ്ങനെ കളിക്കാൻ നല്ല രസമാണ് കുട്ടികൾക്കെല്ലാം.
പിന്നെ അതാ രാത്രിക്ക് രണ്ടാൾക്കും എൻ്റെ ഉപ്പ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. എന്നോട് പറഞ്ഞിടാൻ എനിക്കെന്തോ മൂടേ ഉണ്ടായിട്ട് ഞാൻ മടി പിടിച്ചിരിക്കുന്നുണ്ടായതാ. അപ്പോൾ ഉപ്പ എന്നെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ രണ്ടാൾക്കും. അങ്ങനെ ഇങ്ങനെ സിമ്പിളായിട്ട് അവർക്കറിയുന്ന ആ രീതിയിൽ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഐശുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മൈലാഞ്ചിയിൽ വെച്ചിരിക്കാൻ. ഇപ്പോൾ ഇതാ രാവിലെ ഉറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഇതാ മൈലാഞ്ചിയും കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. നല്ല കളറെല്ലാം വന്ന് പറഞ്ഞിട്ട്. ഹെസ്ലിയും ഫസ്റ്റ് ടൈമാണ് കേട്ടോ മൈലാഞ്ചി വെക്കുന്നത്. അവൾക്ക് ഇങ്ങനെ എന്ത് സംഭവം എന്ന് അറിയുന്നുണ്ടായിട്ടാ. പിന്നെ അത് ഐശുവിനെ കാണുമ്പോൾ അവൾക്കും വെക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വെച്ചതാ. പിന്നെ അതാ ഇത് കുട്ടികൾ രണ്ടാളും ഫ്രഷ് ആവുന്നതും പിന്നെ പെരുന്നാളിന് രാവിലെ എണീപ്പിക്കൂട്ടാ. ഇന്ന് കുറച്ച് ലേറ്റായി എണീക്കാൻ തന്നെ. ഐശു പിന്നെ പെരുന്നാൾ അറിയുമ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റിൽ രാവിലെ തന്നെ എണീച്ച് പിന്നെ അവൾ തന്നെ സ്വന്തം ബ്രഷെല്ലാം ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ. ഇനിയിപ്പോൾ ഇതാ രാവിലത്തെ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. ബീഫ് കറിയും പിന്നെ തലേന്ന് രാത്രിയത്തെ നെയ്പ്പത്തിലും പിന്നെ അപ്പം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഫുഡെല്ലാം കഴിക്കുന്നത് എല്ലാവരും കൂടിയിട്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടാ. പുറത്തുനിന്ന് വാങ്ങിയതാ. പുറത്തുനിന്ന് ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ എല്ലാം വാങ്ങിയതാ. ഇപ്പോൾ ഇതാ ഡ്രസ്സെല്ലാം ആക്കി രണ്ടാളും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. ഐശു ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുന്നതാണ്. ഞാൻ അവളറിയാതെ പിന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതാണ് കേട്ടോ രണ്ടാളെ പെരുന്നാളിൻ്റെ ഡ്രസ്സ്. രണ്ടാളും ഒരുപോലത്തെ ടീഷർട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹസ്ബൻഡെല്ലാം അവിടെ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറച്ചടുത്ത് തന്നെ, കുറച്ചൊരു 10-15 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അവിടേക്ക് ഇപ്പോൾ പോകുന്നതാണ് കേട്ടോ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക്. അവിടെ പോയിട്ട് തന്നെ കുറേ നാളിന് ശേഷം അവിടത്തേക്ക് പോകുന്നത്. ഹെസ്ലി നല്ല ഉറക്കമാണ് കേട്ടോ ഇപ്പോൾ ഈ ടൈമിൽ. എൻ്റെ കസിൻ്റെ വീട്ടിൽ ഞാൻ അവൾ കുടികൂടലിനും പിന്നെ അതിന് ശേഷം ഒരിക്കൽ പോയിട്ടു. ഇപ്പോൾ കുറേ വർഷം തോന്നുന്നു ഇപ്പോൾ പോവാത്തത്. അങ്ങനെ ഇപ്പോൾ ഇതാ ഇന്ന് പോവാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് പോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ അവിടെ എത്തിയതാ. അവൾ പിന്നെ കിച്ചണ് പുതിയതായിട്ട് കബോർഡും ഇങ്ങനെല്ലാം ആക്കി പുതിയ കിച്ചൺ ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ. നല്ല രസമുണ്ടായിന്. ആംബിയൻസ് എല്ലാം എനിക്ക് നല്ല ഇഷ്ടമായിന് കേട്ടോ. നല്ല രസമാണ് ഇവിടെ. ഇങ്ങനെ ഇതാ കുഞ്ഞു കുഞ്ഞു ഷോപ്പീസെല്ലാം വെച്ചിട്ട് നല്ല രസമാണ് കേട്ടോ ഇതെല്ലാം കാണാൻ. ഇപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം ഒന്ന് ഓരോന്നേ നോക്കുന്നതാണ് കേട്ടോ. അവളോട് ഞാൻ ചോദിച്ചുകൊണ്ടുണ്ടായിന് ഇത് എവിടുന്നാണ് വാങ്ങിയതെന്നല്ലോ. ഇതാ ഓയിൽ ഡിസ്പെൻസറെല്ലാം നല്ല നല്ല ക്യൂട്ടാണ് കേട്ടോ ഇതെല്ലാം കാണാൻ. പിന്നെ അവളുടെ കൂടെ കുറച്ച് ടൈമിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന് കേട്ടോ. ഈവനിങ് ആകുമ്പോൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന്. പിന്നെ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇത്രയെല്ലാമാണ് കേട്ടോ ഇന്നത്തെ പെരുന്നാൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.